പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും വീണ്ടും ജയിൽ ശിക്ഷ. സൗദി അറേബ്യൻ കിരീടാവകാശി സമ്മാനിച്ച ആഭരണം കുറഞ്ഞ വിലയ്ക്ക് കൈക്കലാക്കിയെന്നാണ് കേസ്. പാകിസ്ഥാനിലെ നിയമത്തിനനുസരിച്ച് ഇത്തരം സമ്മാനങ്ങൾ തൊഷഖാന എന്ന ട്രഷറി വിഭാഗത്തിനാണ് കൈമാറുക. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ഇമ്രാൻഖാൻ പ്രതികരിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കുമെതിരെ വീണ്ടും ജയിൽ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രേരിതമായൊരു നീക്കം തന്നെയല്ലേ ഇത്? തീർച്ചയായും ഇപ്പോൾ 14 വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 സൗദി കിരീടാവകാശി നൽകിയ ഒരു സമ്മാനം സംബന്ധിച്ചാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ സമ്മാനങ്ങളെല്ലാം തന്നെ നേരത്തെ അവൻ സൂചിപ്പിച്ചതുപോലെ ടോഷ്ഖാന എന്ന് പറയുന്ന ഒരു ട്രഷറി വിഭാഗത്തിലേക്ക്, അതായത് ഈ സമ്മാനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ട്രഷറി വിഭാഗത്തിനാണ് കൈമാറുക. ഇത്തരത്തിൽ കൈമാറുന്ന ട്രഷറി വിഭാഗത്തിന് കൈമാറുന്ന നേതാക്കൾക്ക് ലഭിച്ച സമ്മാനങ്ങൾ ട്രഷറിയിൽ നിന്നും വാല്യുവേഷൻ നടത്തി അത് തിരിച്ച് സ്വന്തമാക്കാനുള്ള, പണം നൽകി സ്വന്തമാക്കാനുള്ള ഒരു നിയമ സംവിധാനവുമുണ്ട്. ഇത്തരത്തിലൊരു നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈ ആഭരണത്തിന്റെ വില കുറച്ചു കാണിക്കാൻ ഒരു വാല്യുവേഷൻ സംവിധാനം പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്വകാര്യ സംവിധാനത്തിന് നിർദ്ദേശം നൽകി അതുവഴി കുറഞ്ഞ വിലയ്ക്ക് ഈ ആഭരണം തട്ടിയെടുത്തു അല്ലെങ്കിൽ കൈക്കലാക്കി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന കൃത്യമായ ഒരു നിലപാട് തന്നെയാണുള്ളത്. നമുക്കറിയാവുന്നതാണ്, 2023 മുതൽ ജയിലിൽ കഴിയുന്ന, നിലവിൽ തന്നെ പല കേസുകളിലുമായി 14 വർഷം സമാനമായ ഒരു കേസിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇമ്രാൻഖാനെ എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇപ്പോൾ ബുഷ്ര ബീവിക്ക് ലഭിച്ച ഈ സമ്മാനം അനധികൃതമായി കൈക്കലാക്കി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറ്റൊരു ജയിൽ ശിക്ഷ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്.